Dear friends, today we discuss about our revision for the internal examination non-conventional energy sources. നമുക്കതിൽ പഠിക്കാനുള്ളത് റിന്യൂവബിൾ സോഴ്സ് ആൻഡ് റിന്യൂവബിൾ സോഴ്സിന്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റിന്യൂവബിൾ സോഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഇൻ നേച്ചർ ആൻഡ് ഇൻഎക്സിസ്റ്റിബിൾ ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? വുഡ്, വിൻഡ് എനർജി, ബയോമാസ്, സോളാർ എനർജി. നോൺ റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിലോ ഫൈനൈറ്റ് ആൻഡ് എക്സിസ്റ്റിബിൾ ആണ്. എക്സാമ്പിൾ എന്താ? കോള്, പെട്രോളിയം ഒക്കെ. ഈ റിന്യൂവബിളും അതുപോലെ തന്നെ അതിന് പ്രൈമറി, നോൺ റിന്യൂവബിൾ, ഫോസിൽ ഫ്യൂവൽസ് എന്നൊക്കെ നമുക്ക് അതിനെ സെപ്പറേറ്റ് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഷോർട്ടർ വേവ് ലെങ്ത് വരികയും അത് അബ്സോർവ് ചെയ്യുകയും അബ്സോർവ് ചെയ്ത് അതിനെ ഹീറ്റാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ അബ്സോർവർ എന്ത് ചെയ്യും? ഇതിനെ റേഡിയേറ്റ് ലോങ്ങർ വേവിലേക്ക് പോവും, അതിവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എർത്തിന്റെ ടെമ്പറേച്ചർ പൊതുവെ വർദ്ധിക്കുന്നതാണ്. അതിൽ ഈ റേഡിയേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്നു. അതിന് ഇങ്ങോട്ട് വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാവുന്നു. ഇനി എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് എ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. നമ്മൾ സോളാർ എനർജി അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അബ്സോർവർ പ്ലേറ്റ് ഇന്റർസെപ്റ്റ് സോളാർ റേഡിയേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഹീറ്റ് ഇൻ ടു വർക്കിംഗ് ഫ്ലൂയിഡ്. അതുപോലെ ട്രാൻസ്പാരന്റ് കവർ അഡ്മിറ്റ് സൺലൈറ്റ് ആൻഡ് റെഡ്യൂസ് കൺവെക്റ്റീവ് അതുപോലെ റേഡിയേറ്റീവ് ലോസസ്. തേർഡ് വൺ ഇൻസുലേഷൻ ആണ്. മിനിമൈസസ് ദ ബാക്ക് ആൻഡ് എഡ്ജ് ഹീറ്റ് ലോസസ്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി കാസിംഗ് അല്ലെങ്കിൽ ബോക്സ്, ഹൗസസ് ആൻഡ് സപ്പോർട്ട് കമ്പോണന്റ് ഇൻ പ്രൊജക്ട് അലൈൻമെന്റ്. ഇനി പ്രൈമറി കമ്പോണന്റ് ഓഫ് എ സോളാർ ഫർണസ് എന്താണെന്നാൽ അടുത്തൊരു ഭാഗം കോൺസെൻട്രേറ്റർ ആണ്. അത് പരാബോളോയിഡൽ ഓർ സ്ഫെറിക്കൽ റിഫ്ലക്ടർ ഫോക്കസ് സൺലൈറ്റ് ടു അച്ചീവ് ഹൈ ടെമ്പറേച്ചർ. അതുപോലെ ഹെലിയോസ്റ്റാറ്റ് റീഡയറക്റ്റ് ആൻഡ് ഓറിയന്റ് സൺലൈറ്റ് പാരലൽ ടു ദ കോൺസെൻട്രേറ്റേഴ്സ് ഒപ്റ്റിക്കൽ ആക്സിസ്. അപ്പോഴാണ് മാക്സിമം എനർജി നമുക്ക് കിട്ടുക. ദെൻ സൺ ട്രാക്കിംഗ് സിസ്റ്റം കണ്ടിന്യൂസ്ലി അലൈൻഡ് ഹെലിയോസ്റ്റാറ്റ് ടു ദ സൺ ഫോർ സസ്റ്റൈൻഡ് പീക്ക് ഫ്ലക്സ്. അപ്പോൾ സൺ ഇങ്ങനെ അതിന്റെ പൊസിഷൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ഫോക്കസിങ് കൂടി മാറ്റേണ്ടി വരും. അതിനുള്ള സംവിധാനമാണ് ആക്ച്വലി നമ്മളിവിടെ ഈ സൺ ട്രാക്കിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പൊല്യൂഷൻ ഇല്ല, അതുപോലെ വെൽ സ്യൂട്ടഡ് ആണ്, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് യൂസ് ആണ്, ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചുരുക്കി പറയാം. യൂസബിൾ വിത്ത് ബെനിഫിറ്റ് ഫോർ പവർ ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് അക്രോസ് മെനി ലൊക്കേഷൻസ് ആൻഡ് സ്യൂട്ടബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കേസ് പറയുന്നു. ഇനി നമ്മുടെ ഇനീഷ്യേറ്റ് എന്താന്നുള്ളതാണ്. ഈ 1983-84 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് MNES നാഷണൽ നോൺ കൺവെൻഷണൽ എനർജി പ്രോഗ്രാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത റാഷണലൈ ആണ്. എക്സിസ്റ്റിംഗ് കൺവെൻഷണൽ സോഴ്സ് കോള്, ഓയിൽ, യുറേനിയം ഒക്കെ ആർ ഡിപ്ലീറ്റിംഗ് ആൻഡ് മേ നോട്ട് മീറ്റ് ഇൻക്രീസിങ് എനർജി ഡിമാൻഡ്. ഇപ്പൊ നമ്മൾ എനർജി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ മറ്റു സോഴ്സുകൾ കണ്ടേ മതിയാവും. ദെൻ റാഷണലൈൽ എന്ന് പറഞ്ഞാൽ എൻവയറമെന്റൽ റെഗുലേഷൻ ഫ്രം കൺവെൻഷണൽ സോഴ്സ് അണ്ടർസ്കോർ ദ നീഡ് ടു ഹാർനസ്റ്റ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. ഇനി a standard plate-to-plate collector is configured to reduce heat losses while absorbing solar energy efficiency. അത് ആണ് നമ്മൾ മറ്റൊരു പോയിന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെ? ഹൈ അബ്സോർപ്ഷൻസ് അബ്സോർബർ പ്ലേറ്റ് ഓഫൺ വിത്ത് സെലക്റ്റീവ് സർഫസ് കൺവേർട്ട് ഇൻസിഡന്റ് ഓഫ് ഷോർട്ട് വേവ് ടു ഹീറ്റ്. വൺ ഓർ മോർ ട്രാൻസ്പെറന്റ് കവേഴ്സ് ട്രാൻസ്മിറ്റ് സൺലൈറ്റ് വൈൽ സപ്രസിംഗ് കൺവെക്ഷൻ above the absorber. The proper air gap between cover and absorber limits convective loss with acceptable transmittance. In low emittance absorber surface reduce long wave radiation towards the cover. The back and edge insulation minimizes conductive heat loss from the structure. Rigid and sealed casing maintained geometry and limits infiltration that would increase losses. അതാണ് നമ്മൾ അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി സോളാർ റേഡിയേഷനിലെ സ്പെക്ട്രയെ കുറിച്ചുള്ള പഠനമാണ്. സ്പെക്ട്രം സ്പാൻസ് ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ്,
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി ഇൻഫ്രാറെഡിന്റെ വേവ് ലെങ്ത്, വിസിബിളിൻ്റെത് അൾട്രാവയലറ്റ് ഒക്കെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് അറ്റുനേഷൻ ഇൻക്ലൂഡ് ഓസോൺ അബ്സോർവിംഗ് UV ആൻഡ് carbon dioxide and H2O means water absorbing IR. Then design implication. Ground insulations comprises both beam and diffuse due to the scattering absorber. ഇതാണ് നമ്മൾ സ്പെക്ട്രൽ റിപ്പൾഷനും അതുപോലെ സോളാർ റേഡിയേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് നമ്മൾ വരുന്നത്. സോളാർ എനർജി ആസ് എ നോൺ കൺവെൻഷണൽ സോഴ്സ് നമ്മൾ സാധാരണ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസ് അതുപോലെ അഡ്വാൻറ്റേജസ് ഒക്കെ സോളാർ എനർജിന്റെ നമുക്ക് അറിയാമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്ലീസ് റീഡ് ഇറ്റ്. ഇനി എൻവയറമെന്റൽ ഇമ്പാക്ട് എന്താണ്? കെയർലെസ് ഡിസ്പോസൽ ഓഫ് സോളാർ തെർമൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്, ഗ്ലൈക്കോള്, നൈട്രേറ്റ്, സൾഫേറ്റ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കല്. പിന്നെ ഫോട്ടോ വോൾട്ടൈക് മൊഡ്യൂൾ post disposal issue due to presence of arsenic and cadmium. Complete solar power system contain several pollutants that must be managed. നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കിത് എൻവയറമെന്റൽ ഇഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സോളാർ റിഫ്ലക്റ്റേഴ്സ് ക്യാൻ ബി ഹസാർഡസ് ടു ദ ഐസൈറ്റ്. ഇനി ഇന്ത്യയുടെ പ്രത്യേകത വെച്ചാൽ ഹൈ ആനുവൽ ഇൻസോലേഷൻ ഓവർ പ്ലെയിൻ സപ്പോർട്ട് ഫീസിബിൾ പവർ ജനറേഷൻ ഇന്ത്യയിൽ ധാരാളം കിട്ടുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഡിഫ്യൂസ് അല്ലെങ്കിൽ ഡയറക്റ്റ് മിക്സ് വേരീസ് വിത്ത് ലോക്കൽ എയറോസോൾസ് ഗൈഡിംഗ് സൈറ്റ് സ്പെസിഫിക് കളക്ടേഴ്സ് ഡിസൈൻ ആൻഡ് ഡിപ്ലോയ്മെന്റ്. ദെൻ സീസണൽ വേരിയേഷൻസ് necessitate storage and sizing aligned to summer winter difference. Okay, thank you.